നവംബർ 2 അഖില ലോക സൺഡേ സ്കൂൾ ദിനം. സൺഡേ സ്കൂൾ എന്ന മഹത്തായ ശുശ്രൂഷയെ ഓർക്കാനും പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകർ, മറ്റ് ദൈവദാസന്മാർ, ശുശ്രൂഷകർ, കുട്ടികൾ ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കാനും വേണ്ടിയുള്ള ഒരു സമയം കൂടെയാണ് ഈ സൺഡേ സ്കൂൾ ദിനം. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഓരോ ആഴ്ചകളിലും സൺഡേ സ്കൂളിലൂടെ ദൈവവചനം പഠിക്കുന്നത്. റോബർട്ട് റൈക്സ് എന്ന് പറയുന്ന ആ മഹാനായ മനുഷ്യന്റെ ഉള്ളിൽ ഉദിച്ച ഒരു ചെറിയ ചിന്തയായിരുന്നു ഈ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുക. വഴിയിൽ അലയുന്ന കുറച്ച് കുഞ്ഞുങ്ങളെ തെരുവിൽ നിന്ന് കൊണ്ടുവന്ന് ദൈവവചനം പഠിപ്പിച്ച് ആരംഭിച്ച ഈ ശുശ്രൂഷ ഇന്ന് ലോകരാജ്യങ്ങളിൽ പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ സഭകളുടെ അവിഭാജ്യ ഘടകമായി ഈ സൺഡേ സ്കൂൾ പ്രവർത്തനങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സൺഡേ സ്കൂൾ ദിനത്തിൽ സ്വമേധയാ പ്രവർത്തകരെ ഓർത്ത്, സൺഡേ സ്കൂൾ അധ്യാപകരെ ഓർത്ത്, കുഞ്ഞുങ്ങളെ ഓർത്ത്, സൺഡേ സ്കൂളുകൾ നടക്കാത്ത ഇല്ലാത്ത സ്ഥലങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളിൽ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഗോഡ് ബ്ലസ് യു. ലോകരാജ്യങ്ങൾക്ക് മാറ്റം കൊണ്ടുവരുവാൻ സൺഡേ സ്കൂൾ എന്ന പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ലോകരാജ്യങ്ങളിൽ പ്രമുഖരായ പ്രശസ്തരായ സുവിശേഷകരിൽ പലരും സൺഡേ സ്കൂളിൽ നിന്ന് കർത്താവിനെ അറിഞ്ഞവരാണ്. അതുകൊണ്ട് സൺഡേ സ്കൂളിനെ ഒരിക്കൽ പോലും നമുക്ക് നമ്മുടെ സഭകളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. അടുത്തൊരു ജനറേഷനെ വലിയൊരു ഉണർവിലേക്ക് നയിക്കുവാൻ, വലിയൊരു മാറ്റം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ സൺഡേ സ്കൂളിന് കഴിയും. അതുകൊണ്ട് നമുക്ക് വീണ്ടും സൺഡേ സ്കൂളിനെ ചേർത്ത് പിടിക്കാം. താങ്ക് യു. നിങ്ങൾ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയാണോ? ഞാനും ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾക്കും കാരണം സൺഡേ സ്കൂൾ തന്നെയായിരുന്നു. അവിടെ ഞാൻ പഠിച്ച പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയധികം ഉപകാരങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നിങ്ങൾ സൺഡേ സ്കൂളിൽ പോകാത്ത അല്ലെങ്കിൽ സൺഡേ സ്കൂളിൽ മടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സൺഡേ സ്കൂളിലേക്ക് ആഹ്വാനം ചെയ്യുന്നു. കേട്ടിട്ടില്ലേ, കുട്ടികളുടെ മനസ്സ് ഒരു വെള്ളക്കടലാസ് പോലെയാണ്. എന്താണോ കുട്ടികളുടെ മനസ്സിൽ എഴുതപ്പെടുന്നത് അതായിരിക്കും അവരുടെ വരും കാലഘട്ടങ്ങളിൽ അവരിൽ സ്വാധീനം ചെലുത്തുക. കുഞ്ഞു മനസ്സുകളിൽ വചനം വിതയ്ക്കുവാൻ ഏറ്റവും നല്ല മാധ്യമമാണ് സൺഡേ സ്കൂളുകൾ. അതുകൊണ്ട് സൺഡേ സ്കൂൾ പഠിക്കുക, സൺഡേ സ്കൂൾ പഠിപ്പിക്കുക. ഓരോ കുട്ടിയും വിലപ്പെട്ടതാണ്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ റോബർട്ട് റൈക്സിനെ ഓർക്കുവാനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അനുസ്മരിക്കാൻ കൂടി ഒരു ദിനം. കുഞ്ഞുങ്ങളിലേക്ക് ദൈവവചനം പകർന്നു നൽകുവാൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന, പ്രതിഫലേച്ഛ കൂടാതെ വർക്ക് ചെയ്യുന്ന അധ്യാപകരെ ഓർക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് ആദരിക്കാൻ കൂടി ഒരു ദിനം. ഓരോ കുട്ടിയും വിലപ്പെട്ടതാണെങ്കിൽ അവർ ഓരോരുത്തരും ദൈവവചനം അറിയുവാനും അവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നമുക്ക് ഉത്സാഹിക്കാം. ഇതിനുവേണ്ടി സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിന്തുണയ്ക്കുന്ന സഭകളും നേതൃത്വം നൽകുന്ന ഓരോ പ്രിയപ്പെട്ടവരും വിലപ്പെട്ടവരാണ്. അവരെ അംഗീകരിക്കാനും ആദരിക്കാനും ഈ ദിനം നമുക്ക് പ്രയോജനപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയ ചെറിയ ചിന്ത, ദൈവം കൊടുത്ത വലിയ ദർശനം, അതിലൂടെ തുടങ്ങിയ ഒരു വലിയ പദ്ധതി സൺഡേ സ്കൂൾ. ഇന്ന് ഒരു സഭയ്ക്ക് ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്ന ഒന്നാണ് സൺഡേ സ്കൂൾ. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെയും വചനം വിതയ്ക്കുവാനും അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു വലിയ പദ്ധതിയാണ് സൺഡേ സ്കൂൾ മൂവ്മെൻറ്റ്. ഇന്ന് നമ്മൾ ഈ സൺഡേ സ്കൂൾ ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ ദൗത്യം ഒന്നും കൂടെ ഓർക്കുവാനും ഒന്നും കൂടെ കൃത്യമായും ഊർജ്ജസ്വലതയോടെയും ആ ദൗത്യം പൂർത്തീകരിക്കുവാനുമൊക്കെ നമ്മളെ കൊണ്ട് കഴിയട്ടെ. ഈ സൺഡേ സ്കൂൾ ദിനത്തിൽ എല്ലാ ടീച്ചേഴ്സ്, എല്ലാ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായ ആശംസകൾ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. സൺഡേ സ്കൂൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. ഇതിലൂടെ ഞങ്ങൾ ദൈവവചനങ്ങളും പാട്ടുകളും പഠിക്കുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനും ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. സൺഡേ സ്കൂൾ പഠനം കൊണ്ട് എനിക്ക് കുറേയേറെ ആത്മീയ സുഹൃത്തുക്കളെ ലഭിച്ചു. ബൈബിളിലെ ആളുകളെ ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും അത് സഹായിച്ചു. കുറേയേറെ വാക്യങ്ങൾ ഹൃദയസ്ഥമാക്കുവാനും അത് ഇന്നും എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനും ദൈവം എന്നെ സഹായിക്കുന്നു. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. എന്തിനാണ് വേൾഡ് സൺഡേ സ്കൂൾ ദിനം നാം ഓർക്കുന്നത്? ദൈവത്തെ സ്തുതിക്കുവാനും ദൈവവചനം കുഞ്ഞുങ്ങളെ ആത്മാർത്ഥമായി പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി, ടീച്ചർമാർക്ക് വേണ്ടി, അതേപോലെ തന്നെ അതിനവരെ പ്രോത്സാഹിപ്പിക്കുന്ന സഭകൾക്ക് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് നാം ഈ ദിവസത്തെ ഓർക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളും നമുക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്. സൺഡേ സ്കൂൾ ഒരു ക്ലാസ് മാത്രമല്ല, അതൊരു ദൗത്യമാണ്. കുഞ്ഞുങ്ങളെ ദൈവീക വചനം പഠിപ്പിക്കുക, ദൈവീക പാതയിൽ അവരെ നയിക്കുക, യേശുവിൻ്റെ സന്നിധിയിൽ അവരെ നിലനിർത്തുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ഓരോ കുഞ്ഞുങ്ങളെയും ദൈവവചനം പഠിപ്പിക്കുന്നതിൽ, ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നതിൽ നമുക്കൊരുമിച്ച് വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ മുന്നോട്ട് പോകാം.
ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും വേൾഡ് സൺഡേ സ്കൂൾ ദിന ആശംസകൾ നേരുന്നു. ദൈവം സഹായിക്കട്ടെ.